Why some designers grow faster than others? എല്ലായ്പ്പോഴും മികച്ച ഡിസൈനേഴ്സ് മാത്രമല്ല വേഗത്തിൽ വളരുന്നത്. ഒരു ഡിസൈനറുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അയാൾക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും ഒരു പ്രോജക്റ്റിനെ പറ്റി വ്യക്തമായിട്ട് അറിയാനും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സെയിം ടൈം ഒരു പ്രോജക്റ്റ് റൈറ്റ് ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സെക്കൻഡ് വൺ ഈസ് പോർട്ട്ഫോളിയോ. ഒരു ക്രിയേറ്റീവ് ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അയാളുടെ സ്റ്റോറിയാണ്. എത്രയും മനോഹരമായിട്ട് എത്രയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ നന്നായി ഷോക്കേസ് ചെയ്യുമ്പോഴാണ് അയാളുടെ പോർട്ട്ഫോളിയോ അയാളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ദ തേർഡ് വൺ ഈസ് ഒരു ഡിസൈനർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രൊഫഷണലിസമാണ്. ഒരു വർക്കിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അത് പ്രസൻറ്റ് ചെയ്ത് വിൻ ചെയ്യുന്നത് വരെ ഒരു പ്രൊഫഷണൽ വേയിൽ എങ്ങനെയാണ് ആ ഒരു വർക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫോർത്ത് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു പ്രോജക്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ്, ആ ഒരു ബിസിനസ്, അതിൻ്റെ ഓഡിയൻസ് ഇതെല്ലാം വളരെ നന്നായിട്ട് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു ഡിസൈനറുടെ നാലാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ദ ഫിഫ്ത്ത് വൺ ഈസ് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളുടെ ബിഹേവിയർ സിസ്റ്റം, നമ്മളുടെ പ്ലസൻറ്റ് മൈൻഡ്, ഒരു ഡിസൈനോടുള്ള ഒരു പാഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു നെറ്റ്വർക്കിംഗ് ഹാബിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നമ്മളുടെ കുറവുകൾ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടാകാം. നല്ല ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ടാലൻറ്റ് ഓപ്പൺസ് ഡോർ, പൊസിഷനിങ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്.